ഫ്രണ്ട്സ്, ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന ഈ പയ്യന്റെ പേരാണ് പ്രകാശ്. ഒരു IT എഞ്ചിനീയറാണ്. അവനൊരു ഗേൾ ഫ്രണ്ടും. ഒരേയുടെ തിരക്ക് കാരണം മതിയായിട്ട് അവളോട് സംസാരിക്കാനോ ഒന്നും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരൊരു കഫേ വെച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് വഴക്കിലേക്ക് അവസാനിച്ചു. അങ്ങനെ അവർ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്ന പ്രകാശിന്റെ വീടാണ്. അവിടെ അമ്മ സഹോദരി അടിക്കുന്നുണ്ടായിരുന്നു. എന്ത് വന്ന് കാര്യം അന്വേഷിക്കുകയായിരുന്നു. സഹോദരിക്ക് ഒരു പ്രണയമുണ്ട്. അത് വീട്ടിലറിഞ്ഞതിന്റെ പ്രശ്നമായിരുന്നു. അവൾക്ക് ആ പയ്യനെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്നായിരുന്നു. ഈ ദിവസമായപ്പോൾ അവളുടെ വീട്ടിലേക്ക് ഒരാൾ വരികയായിരുന്നു. അത് അവൾ പ്രേമിക്കുന്ന പയ്യനായിരുന്നു. അവനെ ആർക്കും ആ വീട്ടിൽ ഇഷ്ടപ്പെട്ടില്ല. ഇതാണോ എന്റെ പെങ്ങൾ കണ്ടെത്തിയ പയ്യനെന്ന് വിചാരിച്ചു. അച്ഛൻ അവനെ ഒരുപാട് അടിക്കുകയും ചെയ്തു. സമയം തന്നെ ഇവിടെ പ്രകാശിന്റെ അമ്മ പുറത്തു പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവർക്കൊരു മൂത്ത സഹോദരി കൂടിയുണ്ട്. അവർ വിദേശത്തായിരുന്നു. മകളുടെ അടുത്ത് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അമ്മ. എയർപോർട്ടിലാക്കിയതിനു ശേഷം തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പ്രകാശിന് ശരിക്കും ഈ ജോലി മടുത്തു തുടങ്ങി. കുടുംബത്തിൽ പെട്ടെന്നൊരു മരണം ഉണ്ടായി. അവൻ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതായിരുന്നു. അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഈ പെൺകുട്ടിയാണ് ഈ കഥയിലെ നായിക. പെൺകുട്ടി ആരാ എന്താണെന്നൊന്നും അവൻ അറിയില്ലായിരുന്നു. കണ്ട മാത്രം തന്നെ അവനൊരു ഇഷ്ടം തോന്നുകയും ചെയ്തു. അവളും അവനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനൊന്നും നോക്കാതെ അവളോട് സംസാരിക്കാൻ തീരും. ഓരോന്ന് പറഞ്ഞ് അവളോട് പരിചയപ്പെടാൻ നോക്കുന്നുണ്ടായിരുന്നു. അവൾ പക്ഷേ എടുത്ത വായിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ പണ്ട് മുതലേ കളിച്ചു വളർന്നവരല്ലേ, നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന്. ഞാനാണ് സന്ധ്യ. പിന്നെ അവർ പരിചയപ്പെടുകയും ചെയ്തു. അവൻ ആദ്യമേ അത് മനസ്സിലായതേയില്ല. അവൾ നല്ല രീതിക്ക് അവനോട് സംസാരിക്കുകയും ചെയ്തു. ഒരു വശത്ത് അവിടെ ചടങ്ങുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവിടെ ഈ സ്പൈഡർമാന്റെ ഡ്രസ്സിട്ട കുട്ടി വല്ലാത്ത വികൃതി. അവൻ ഈ ചടങ്ങുകളുടെ ഇടയിലെല്ലാം കുസൃതി കാണിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വന്ന് അവനെ ഓടി വന്ന് എടുക്കുന്നത് സന്ധ്യയായിരുന്നു. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൾ വിവാഹിതം നിൽക്കുന്ന പയ്യനാണ് അവളുടെ ഭർത്താവെന്നും അവളുടെ ഭർത്താവ് അവളെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇവനെ കൊണ്ട് ഞാൻ ഒരുപാട് മടുത്തുവെന്ന്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങുകയായിരുന്നു സന്ധ്യയും ഭർത്താവും. വണ്ടിയിൽ വെച്ച് അവൻ അവളോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവർ വീട്ടിൽ. ഭർത്താവ് പറയുകയാണ്, നീ അവനെ കൊണ്ടുവന്ന് വേറെ റൂമിൽ മാറ്റിക്കെടുത്ത്. അവൻ പോകാൻ തയ്യാറാവുന്നതേയില്ല. പയ്യന്റെ പേരിൽ ഇവർ തമ്മിൽ ബഹളമാവുകയാണ്. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൾ അറിയാതെ അവരെ തലക്കടിക്കുകയും ചെയ്തു. പക്ഷെ മരിക്കുമെന്ന് വിചാരിച്ചല്ലായിരുന്നു. പക്ഷെ അവൻ മരിച്ചു കഴിഞ്ഞില്ല. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയായിപ്പോയി. മകനെ റെഡിയാക്കി അവൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അയാളുടെ ഡെഡ് ബോഡി ഒരു ഫ്രിഡ്ജിലാക്കിയതിനു ശേഷം അവൾ അവിടുന്ന് കാറും എടുത്ത് പോവുകയാണ്. ശേഷം അവൾ പ്രകാശിന്റെ അമ്മേനെ വിളിച്ച് പ്രകാശിന്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രകാശിന്റെ വീട്ടിലെത്തും. അവളെ കണ്ടപ്പോൾ അവനങ്ങ് പേടിച്ചു പോയിരുന്നു. അവൾ എന്താ ഇവിടെ ഇന്ന്? അവൾ പറയുകയാണ്, എന്റെ മകനെ കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമോ എന്ന്. അവൻ ഓക്കെ പറയുകയും ചെയ്തു. പോയതിനു ശേഷം ആ പയ്യൻ കുസൃതി ആരംഭിക്കുകയും ചെയ്യുകയാണ്. അവൻ അവിടെ ഇരുന്ന് TVയും ഫിഷ് ടാങ്കും എല്ലാം അടിച്ചു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അവൻ അറിയുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീടിന്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് ശരിക്കും വിഷമം തോന്നി. അവൾ അവനോട് ഒരു ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന് അവൾ ചോദിച്ചു. അതിനുശേഷം താൻ എനിക്കൊരു ഹെൽപ്പ് കൂടി ചെയ്യണം, എന്റെ കൂടെ ഒരിടത്ത് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. എവിടാ പോകണ്ടേന്നൊന്നും അവൻ അറിയില്ലായിരുന്നു. അവൾ പറയുന്ന വഴിയെ അവൻ പോവുകയായിരുന്നു. അങ്ങനെ അന്ന് രാത്രി അവരൊരു ലോഡ്ജിലായിരുന്നു താമസിച്ചത്. അവളെ വലിയ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടത്തിന്റെ കാര്യം കൊണ്ടായിരുന്നു അവൾ പറയുന്നതെല്ലാം അവൻ കേട്ടത്. അങ്ങനെ പിന്നെ അവരുടെ യാത്രയായിക്കൊണ്ടിരിക്കുന്നത് ഒരു അമ്മാവന്റെ വീട്ടിലായിരുന്നു. അവളുടെ ബന്ധുവായിരുന്നു അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ വാങ്ങി തിരിച്ച് അവർ യാത്ര ആരംഭിച്ചു. അങ്ങനെ വഴിയിൽ വെച്ച് ഒരു പത്രം വാങ്ങി നോക്കും. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോയും അവളുടെ ഫോട്ടോയും ആയിരുന്നു അതിൽ. റൂമിൽ മരിച്ചു കിടക്കുന്ന ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭാര്യ പോയി എന്നായിരുന്നു പത്രത്തിലെ ന്യൂസ്. അവളെ അന്വേഷിക്കുന്നു എന്ന്. അവർ റിസോർട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവരറിയാതെ തന്നെ അവർ ഒരുപാട് അടുത്തു പോയിരുന്നു. അങ്ങനെ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ശേഷം പിന്നെ യാത്ര ആരംഭിച്ചു. അവൻ ശരിക്കും ഒരു വല്ലാത്ത കൺഫ്യൂഷൻ. ഉദ്ദേശം എന്താണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. അവൻ വല്ലാത്തൊരു വിഷമത്തിലുമായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ അവൻ അവളോട് ചോദിക്കുകയാണ്, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എന്റെ കണ്ണു വെട്ടിച്ച് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവളെ അങ്ങനെ രക്ഷപ്പെടുത്തി അവൻ കൊണ്ടുപോയി. മാറിയിരുന്ന അവൾ അവളുടെ എല്ലാ പ്രശ്നങ്ങളും അവനോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഭർത്താവിന്റെ മരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ വഴിയിൽ വെച്ച് വെള്ളം പിടിക്കാൻ വേണ്ടി അവർ പുറത്തേക്ക് സമയം തന്നെ ഒരു ലോറി വന്ന് ആ കാറിലിടിച്ചു. അവൾ മരിക്കുകയും ശേഷം ഈ പയ്യനും പ്രകാശും മാത്രമായി ഒറ്റയ്ക്ക്. ഒരിക്കലും പ്രകാശിന് ആ പയ്യനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും കഴിയുന്നുണ്ടായിരുന്നു. അന്വേഷണത്തിന് വേണ്ടി പ്രകാശിനെ പയ്യനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വഴി വെച്ച് വേറൊരു പെൺകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ പേരാണ് താനി. വെച്ച് ഏതോ പാർട്ടിയുടെ ഒരു പ്രതിഷേധ ജാഥ നടക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെ അവസരം എന്ന് പറഞ്ഞ് താനിയും പ്രകാശനും ആ പയ്യനും അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അവരങ്ങനെ പല നാടുകളിലും ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഇവർ 3 പേർ ഒരു 6 മാസത്തോളം യാത്രകൾ തന്നെയായിരുന്നു. പല നാടുകളിലും അവർ ചുറ്റി നടന്നു. അങ്ങനെ പോലീസിനൊന്നും അവരെ പിടിക്കാനും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം പ്രകാശനും പയ്യനുമായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാവുകയും ചെയ്തു. ഇടയിൽ ഒരു അപകടം പോലെ ഒരു മലയിടിച്ചിൽ ഉണ്ടാവുകയാണ്. അവൻ അതിൽ പെട്ടുപോവുകയാണ്. പ്രകാശിനെ തപ്പി ആ പയ്യൻ കുറെ അലയുന്നുണ്ടായിരുന്നു. ഇരുട്ടാവുമ്പോൾ അവന് പേടിയും ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ അവന്റെ അമ്മയുടെ ഓരോ വാക്കുകൾ ഓർക്കുകയാണ്. പ്രകാശ് തന്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ തിരിച്ച് കണ്ടുമുട്ടുകയും ചെയ്തു. അങ്ങനെ യാത്രകളെ പ്രണയിച്ച് അവർ രണ്ടാളും നല്ലൊരു ജീവിതം നയിക്കുകയാണ്.